ഇവിടെ സ്വർണത്തിന്റെ അണ്ടർവെയറെല്ലാം ധരിച്ച ഒരു ക്രൂരനായ രാജാവ് ലോകം മൊത്തം പിടിച്ചടക്കിയ ശേഷം സ്പാർട്ടൻസ് എന്ന യോദ്ധാക്കളുടെ നഗരം പിടിച്ചടക്കാനായി വരുന്നു. അയാൾ നഗരം പിടിച്ചടക്കാനായി തന്റെ കൈവശമുള്ള പല പടയാളികളെയും അയക്കുന്നുണ്ടെങ്കിലും രണ്ട് മലകളുടെ നടുക്ക് പതുങ്ങിയിരുന്ന 300 സ്പാർട്ടൻസ് പോരാളികൾ വരുന്ന പടയെയും അവരുടെ തലവനെയുമെല്ലാം നിമിഷ നേരം കൊണ്ട് തീർത്തു കളയുന്നു. താൻ എന്തൊക്കെ ചെയ്തിട്ടും ആ നഗരം തന്റെ കയ്യിലാവാത്തത് കണ്ട് ഇതിൽ ദേഷ്യം വന്ന ക്രൂരനായ രാജാവ് ചതിയിലൂടെ ആ നഗരം പിടിച്ചടക്കാമെന്ന് പറഞ്ഞ് സ്പാർട്ടൻസ് മൊത്തം വഴക്കിട്ട് പോയിട്ടുള്ള കൂനനായിട്ടുള്ള ഒരു യോദ്ധാവിനെ തന്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ശേഷം അയാൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുത്ത് അയാളിൽ നിന്നും സ്പാർട്ടൻസിന്റെ യുദ്ധതന്ത്രങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കുന്നു. ക്രൂരനായ രാജാവ് സ്പാർട്ടൻസിനെ ചുറ്റും നിന്നും വളഞ്ഞ ശേഷം അവരോട് കീഴടങ്ങാനായി പറഞ്ഞതും സ്പാർട്ടൻസ് പോരാളികൾ മുട്ടുകുത്തി നിൽക്കുന്നത് കണ്ട് താൻ ജയിച്ചെന്ന് വിചാരിച്ച് സന്തോഷിച്ച് നിൽക്കുന്ന സമയം സ്പാർട്ടൻസിന്റെ നേതാവ് അയാൾക്ക് നേരെ ഒരു കുന്തമറിഞ്ഞതും അതിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോയ രാജാവ് വേഗം തന്നെ തന്റെ ആൾക്കാരുടെ അടുത്ത് ആ 300 പേരെയും കൊന്നു തള്ളാനായി പറയുന്നു. സ്പാർട്ടൻസ് പോരാളികൾ കയ്യും കാലുമെല്ലാം നഷ്ടപ്പെട്ടിട്ടും ശരീരത്തിൽ നിന്നും ചോര വാർന്നിറങ്ങിയിട്ട് പോലും തന്റെ നാടിനെ കാത്തുരക്ഷിക്കാനായി ധീരതയോടെ ആ യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുന്നു.